എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നൊരു മലയാള മാസമാണ് കർക്കടകം. ആയുർവേദ വിധിപ്രകാരം സുഖചികിത്സ നടത്തുന്ന ഒരു മാസം കൂടിയാണിത്. കർക്കടക കഞ്ഞി, കർക്കടകത്തിലെ എണ്ണ തേച്ചുകുളി എന്നിവയ്ക്കൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രകൃതിയിൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും നല്ല മഴ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു കാലയളവാണിത്. കർക്കടക മാസത്തിൽ പൊതുവെ നമുക്ക് പ്രതിരോധശേഷി കുറവുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചിട്ടയായ ജീവിതശൈലിക്കും ആരോഗ്യ പരിപാലനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ് കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ. മുടിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കർക്കിടക മാസത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. സമൃദ്ധമായി മുടി വളരുവാനും നമുക്ക് ഉള്ള മുടി ആരോഗ്യത്തോടെ വയ്ക്കുവാനും നമ്മെ സഹായിക്കുന്ന കാച്ചിയ എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി കൃഷ്ണതുളസിയിലയും ബ്രഹ്മിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കയ്യോന്നിയാണ്. കയ്യോന്നിയും നമുക്ക് ഒരു കൈപ്പിടി തന്നെ എടുക്കാം. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് പൂവാങ്കുറുന്തലാണ്. ഇതിൻ്റെ ഇലയും പൂവും തണ്ടും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. കാച്ചിയ എണ്ണ തയ്യാറാക്കുന്നതിനുള്ള ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇലയിലൊക്കെ എന്തെങ്കിലും ചിലന്തിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് മുക്കൂറ്റിയാണ്. മുക്കൂറ്റി നമുക്ക് സമൂലം എടുക്കാം. അതായത് മുക്കൂറ്റിയുടെ വേരും ഇലയും തണ്ടും പൂവും മൊട്ടും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. മുക്കൂറ്റിയുടെ വേരിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ. ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ടും പൂവും നമ്മൾ എടുക്കുന്നുണ്ട്. ചുവന്ന നിറത്തിലുള്ള അടുക്ക് ചെമ്പരത്തിയുടെ പൂവും മുട്ടുമാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി നമ്മൾ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. 3 പനിക്കൂർക്ക ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചുവന്ന ചെത്തിപ്പൂവ് കിട്ടുമെങ്കിൽ നമ്മുടെ നാടൻ ചെത്തിയുടെ പൂവും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴയുടെ ഇലയാണ്. കറ്റാർവാഴയുടെ 2 ഇലകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ജെല്ലാണ് നമ്മൾ എടുക്കുന്നത്. കാച്ചിയ എണ്ണ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിന് ചുറ്റുപാടുകളിലുള്ള വിഷം തളിച്ചിട്ടില്ലാത്ത നല്ല ഔഷധ സസ്യങ്ങൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ. നമുക്ക് ഇത്രയും ഔഷധ സസ്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഔഷധ സസ്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് ഈ ഔഷധ സസ്യങ്ങൾ നന്നായി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. ഇതുപോലെ ഒരു കല്ലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഔഷധ സസ്യങ്ങളുടെ നീര് പിഴിഞ്ഞെടുക്കാം. ഔഷധ സസ്യങ്ങൾ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം തോർന്നതിന് ശേഷം വേണം ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കാൻ. 1 കിലോ ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് 1/2 കിലോ ഔഷധ സസ്യങ്ങളുടെ നീര് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എണ്ണ കാച്ചുന്നതിനാവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുന്നതിന് മുൻപേ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ നീര് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഔഷധ സസ്യങ്ങളുടെ നീര് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ അത് പുറത്തേക്ക് തെറിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 7 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇതുപോലെ എപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് 11 കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ മുട്ടുകളും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഔഷധ സസ്യങ്ങൾ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെത്തിപ്പൂവ് ചേർത്തിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതുപോലെ സെപ്പറേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നീലയമരി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീലയമരിയുടെ പൊടി നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നമ്മൾ പച്ചമരുന്ന് കട അഥവാ
അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നീലയമരിയുടെ പൊടിയാണ്. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നീലയമരിയുടെ ചെടി വീട്ടിലുള്ളവരാണെങ്കിൽ അതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടിക്ക് പകരം 3 ചെറിയ പച്ച നെല്ലിക്ക ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ഉപയോഗിക്കാം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈലാഞ്ചിപ്പൊടി നമ്മൾ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള ഓരോ സാധനങ്ങളും നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവ ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വെന്ത് ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറി വരുമ്പോൾ നമുക്ക് എണ്ണ അടുപ്പത്ത് നിന്ന് ഇറക്കാം. അങ്ങനെ നമ്മുടെ കാച്ചിയ എണ്ണ തയ്യാറായിട്ടുണ്ട്. ഉലുവയുടെ നിറം മാറി വരുമ്പോൾ തന്നെ നമുക്ക് എണ്ണ അടുപ്പത്ത് നിന്ന് ഇറക്കാം. ഉലുവ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഹെയർ ഓയിൽ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ എണ്ണയ്ക്കകത്തുള്ള ഈ കാണുന്ന ചെറിയ ഉള്ളിയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ അടിഞ്ഞു കിട്ടും. അപ്പം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം കാച്ചിയ എണ്ണ നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചതിന് ശേഷം കുപ്പികളിലേക്ക് മാറ്റി നന്നായി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 1 കിലോ കാച്ചിയ എണ്ണയൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് അത് കുറച്ച് നാൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെച്ചെങ്കിൽ മാത്രമേ കേടാവാതിരിക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ചില്ലുള്ള കുപ്പികളിലേക്ക് കാച്ചിയ എണ്ണ മാറ്റി നന്നായിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാം. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ചെറിയ ബോട്ടിലുകളിലേക്ക് പകർത്തിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പനിയൊക്കെയുള്ള സമയമാണെങ്കിൽ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കണമെന്നില്ല. കർക്കിടക മാസത്തിൽ കഫക്കെട്ടിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കാച്ചിയ എണ്ണയ്ക്ക് പകരം ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് നന്നായി തിളപ്പിച്ച് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 11 കുരുമുളക് എന്ന കണക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരുപാട് കഫക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമുള്ള എണ്ണകൾ മാത്രം ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് ഈ കാച്ചിയ എണ്ണ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശിരോചർമ്മത്തിലും തലമുടിയിലും ഒക്കെ തന്നെ നമുക്ക് ഈ എണ്ണ പുരട്ടി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ശിരോചർമ്മത്തിൽ നിന്നൊക്കെ നന്നായിട്ട് മുടികളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇത് നന്നായിട്ട് ഈ എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. തുടർച്ചയായി ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പുതിയ മുടിയൊക്കെ കിളുത്ത് വരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ചൊക്കെ മുടിയുടെ നീളത്തിലും ഉള്ളിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ ഓരോ എണ്ണകൾ ഉപയോഗിക്കുമ്പോഴും തിരിച്ചറിയണം. ഈ എണ്ണ തലയിൽ നന്നായി തേച്ച് 10 മിനിറ്റ് നേരത്തിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് രാസ്നാദിപ്പൊടി നെറുകയിലിട്ട് കൊടുക്കാം. താളി ഉപയോഗിച്ച് നമുക്ക് തല കഴുകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ എണ്ണമെഴുക്ക് ഒരുപാട് സമയം നമ്മുടെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ചും നമുക്കിത് കഴുകിക്കളയാം. കർക്കിടക മാസത്തിലെ എണ്ണ തേച്ച് കുളിക്ക് ഈ എണ്ണ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ കർക്കിടക മാസങ്ങളിലല്ലാതെയും ആഴ്ചയിൽ 2 or 3 തവണ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അലർജി ഒന്നുമില്ലാത്തവരാണെങ്കിൽ കുളിച്ചതിന് ശേഷം രാസ്നാദിപ്പൊടി നെറുകയിലിടാവുന്നതാണ്. കുളിച്ച ശേഷം മുടി നന്നായി ഉണക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നനഞ്ഞ മുടി കെട്ടി വയ്ക്കാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക. എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമുക്ക് തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. ശരിയായി ഉറങ്ങുവാൻ ശ്രമിക്കുക. ഇലക്കറികളും നാരടങ്ങിയ ഭക്ഷണങ്ങളുമൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. താരനൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധിവരെ താരനെ നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ താരൻ തഴയിലുള്ളവരാണെങ്കിൽ പില്ലോ കവറൊക്കെ
ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും മാറുവാനായിട്ടൊക്കെ ശ്രമിക്കുക. താരനൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തല തോർത്തുവാനായിട്ട് ഒരു ടവലും അതുപോലെ നമ്മുടെ ശരീരം തുടയ്ക്കുവാനായിട്ട് മറ്റൊരു ടവലും ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ യോഗയൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവരും മുടിയുടെ സംരക്ഷണത്തിനായി ഇത്തരം മാർഗങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.